സാമ്പത്തിക കുറ്റകൃത്യമേ ആകുന്നുള്ളൂ. പക്ഷേ അത് വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് PMLA ആക്ടിൻ്റെ പരിധിയിൽ വരും. ഇപ്പോൾ ഒരു സാധാരണ മോഷണം, അത് മോഷണമാണ്, അതൊരു കുറ്റമാണ്. പക്ഷേ ആ മോഷണദ്രവ്യം നമ്മൾ മറ്റ് രീതിയിൽ നമ്മൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ബിസിനസ് നടത്തി ഉണ്ടാക്കിയതാണ് എന്ന് വരുത്താൻ ശ്രമിക്കുക. അതാണ് കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് EDയുടെ PMLA ആക്ടിന് ഇതിൽ പോകും. അതല്ലെങ്കിൽ നമ്മൾ മോഷ്ടിച്ചു, അത് റിക്കവർ ചെയ്യും, മോഷണ കേസ് രജിസ്റ്റർ ചെയ്യും, അതിൻ്റെ ട്രയൽ നടക്കും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാണ് ED ഇടപെടുന്നത് അല്ലെങ്കിൽ ഇടപെടേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ എത്ര എമൗണ്ട് എന്നൊക്കെ ഉള്ളത് പലപ്പോഴും അപ്രസക്തമാണ്. ഇപ്പോൾ 80 lakhs അവർ ഗൾഫിലേക്ക് അയച്ചു, അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. 80 lakhs ഒരു ഇന്ത്യൻ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ തുകയൊന്നും അല്ല. പൊളിറ്റീഷ്യൻസ് നോക്കുമ്പോൾ എത്ര എമൗണ്ട്, എത്ര 80 lakhs, വേറെ പണിയില്ല ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകാൻ. കാരണം ED കേസുകളിൽ എമൗണ്ട് ഒരു 100 കോടി ആൻഡ് എബവ് ഒക്കെയാണ് ED കേസിലെ എമൗണ്ട്. 80 lakhs ഒന്നും വലിയ എമൗണ്ട് അല്ല അവർക്ക്. ബട്ട് സ്റ്റിൽ അവർ കയറി പിടിച്ച സ്ഥിതിക്ക് ഇനി ഇപ്പോൾ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ.